കുട്ടീസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മൾ മനോഹരമായ ഒരു പാട്ടുകളും നല്ല കഥകളും കുട്ടികളുടെ ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ്. കൂട്ടുകാരെല്ലാം റെഡിയാണോ? യെസ്, നമ്മുടെ കൂട്ടുകാരെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇന്ന് ആദ്യത്തെ പ്രോഗ്രാം? നമുക്ക് മനോഹരമായ ഒരു പാട്ട് പഠിച്ചാലോ? യെസ്, അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് പാട്ടുമായി വരുന്നു ബെൻസൺ അച്ഛനും പ്രീതി ആന്റിയും. വെൽക്കം. കുട്ടീസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. കാരണം ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര സന്തോഷം. എന്നറിയോ, സ്കൂളിലൊന്നും പോട്ടാ. ഓ, അതാണ് ഭയങ്കര സന്തോഷം. ചില കൂട്ടുകാർക്ക് പരീക്ഷയും എഴുതണ്ട, ഭയങ്കര സന്തോഷമാണ്. ഇല്ല, കുറെ പേർക്ക് പരീക്ഷ എഴുതണ്ടായിരുന്നു സാറേ. ഭയങ്കര ഫ്രീ ആയില്ലേ? പരീക്ഷ ഒന്നും വേണ്ട, പഠിക്കണ്ട. ഓക്കെ. പക്ഷെ ഇതുകൊണ്ട് ചില കൂട്ടുകാർ മടിയന്മാരായി പോയിട്ടുണ്ട്. വീട്ടില് ജോലിയൊന്നും ചെയ്യത്തില്ല, കഴിക്കാൻ മാത്രം ചെയ്യാ. ചില കൂട്ടുകാർ ഉറങ്ങാൻ മാത്രം ചെയ്യാ. നിങ്ങൾ അങ്ങനെ തന്നെയാണോ? അതെ അതെ അതെ. അപ്പൊ ചില കൂട്ടുകാര് മടിയന്മാരായി പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പാട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഏത് പാട്ടാ പഠിക്കാൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പിന്റെ പാട്ടാണ്. ഉറുമ്പിന്റെ പാട്ട്. ഓക്കെ, എനിക്കറിയാം. ഉറുമ്പിനെ കുറിച്ച് ഒരു സ്റ്റോറി എനിക്കറിയാം. സ്റ്റോറി എന്ന് പറഞ്ഞാല് എന്റെ മമ്മി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഉറുമ്പ് എപ്പോഴും ഇങ്ങനെ അവരെപ്പോഴും ഹാർഡ് വർക്കിംഗ് ആണ്. എപ്പോ നോക്കിയാലും അവര് ഫുഡ് ഇങ്ങനെ കളക്ട് ചെയ്യും. വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഫുഡ് കളക്ട് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. സാറ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഉറുമ്പ് പോകുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ പോകുമായിരിക്കും അല്ലേ? പക്ഷെ അത് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. യെസ്, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ വോലെ കൂടെ ഒക്കെ ഉറുമ്പ് പോകുമ്പോഴത്തേക്കും ഒന്നിന്റെ പുറകെ ഒന്നിന്റെ അവരെന്താ ചെയ്യും? വെറുതെ പോവാനോ? അല്ല, അവരെപ്പോഴും ഹാർഡ് വർക്കിംഗ് ആണ്. അവർക്ക് വേണ്ടി ഒരു ഫുഡ് അവരെപ്പോഴും ശേഖരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ഇങ്ങനെ പോയി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. കിട്ടുന്ന ടൈം നന്നായിട്ട് ഉപയോഗിക്കണം. എന്തെങ്കിലും പുതിയതായി നിങ്ങൾ പഠിക്കണം, പുതിയതായിട്ട് പഠിക്കണം. അപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് ചലഞ്ച് കൊടുത്താലോ? ഓക്കെ, ചലഞ്ച് കൊടുക്കാം. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരികയാണ്. നിങ്ങൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് നിങ്ങൾ സ്പെഷ്യലായി പഠിച്ച എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ആകാം, അല്ലെങ്കിൽ നല്ലൊരു പാട്ടാകാം, അല്ലെങ്കിൽ മനപ്പാഠവാക്യാകാം. യെസ്, ഞങ്ങൾക്ക് അത് തീർച്ചയായിട്ടും നിങ്ങൾ അയച്ചു തരണം. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അയച്ചു തരണം. ഒരു പക്ഷെ നിങ്ങൾ എന്തായിരിക്കും? ഒരു പക്ഷെ മനപ്പാഠവാക്കായിരിക്കും, ഒരു ക്രാഫ്റ്റ് ആയിരിക്കും, ഒരു പുതിയ സ്റ്റോറി ആയിരിക്കും നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ എന്തായാലും വട്ടെവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്ത് ചെയ്താലും ഈ ലോക്ക്ഡൌൺ സമയത്ത് പുതുതായിട്ട് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരണം. ഓക്കെ, ചെയ്യുമല്ലോ? എല്ലാം റെഡിയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പാട്ടൊന്ന് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. 1-2 ലൈൻ അങ്കിളും ആന്റിയും നിങ്ങൾക്ക് പാടിത്തരാം. ബാക്കി നമുക്ക് അതിന്റെ ആക്ഷനും വീഡിയോയും കാണാം. ഓക്കെ, 1 2 3 ഗോ. ഉറുമ്പുറുമ്പേ ചൊനരുമ്പേ വേനൽക്കാലത്ത് ഈ പൊരിവെയിലെത്തണ്ടേ ഇങ്ങനെ ഓടി നടക്കണം. ഉറുമ്പുറുമ്പേ ഉറുമ്പുറുമ്പേ ചൊനരുമ്പേ വേനൽക്കാലത്ത് ഈ പൊരിവെയിലെത്തണ്ടേ ഇങ്ങനെ ഓടി നടക്കണത്. എന്താണ് ഈ ഓടി നടക്കുന്നത്? അവരെ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്. എന്താണെങ്കിലും നമുക്ക് ആ വീഡിയോയിലൂടെ പാട്ടിലൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരികെ ഓടി വരാം. ഓക്കെ. Urum burum be chonen
എനിക്ക് പെട്ടെന്ന് പാട്ട് എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അപ്പൊ അടിപൊളി പാട്ടായിരുന്നു. അത്ര അടിപൊളി Really, it was a beautiful Super song. പാട്ടാണ്. Yes. നമ്മുടെ കൂട്ടുകാരെല്ലാം പഠിച്ചോ? പിന്നെ ആ പാട്ട് അവരെല്ലാം നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഉറുമ്പിന്റെ കുറിച്ച് സ്റ്റോറി മനസ്സിലായോ? നല്ലൊരു പാട്ടല്ലായിരുന്നോ? അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. എന്തായിരുന്നു സാറേ? ഹാർഡ് വർക്ക് ചെയ്യുക. യെസ്. ആരും മടിച്ചുകളും മടിയന്മാരായിട്ടൊന്നും വീട്ടിൽ ഇരിക്കല്ലേ. എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. യെസ്. നമുക്ക് ദൈവം നൽകുന്ന കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടിട്ട് ഉപയോഗിക്കണം. അപ്പൊ ആരും അത് മറന്നു പോകല്ലേ. അപ്പൊ ഇന്നൊരു ചലഞ്ച് ഉണ്ട്. നിങ്ങൾ അവധിക്കാലത്ത് ചെയ്ത പഠിച്ച എന്തെങ്കിലും ക്രാഫ്റ്റോ whatever it is ഒരു പുതിയ ഐറ്റം നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണം. അപ്പൊ അടുത്ത ആഴ്ച കാണുമ്പോഴേക്കും ബൈ ബൈ. സൂപ്പർ പാട്ടായിരുന്നല്ലേ? അതെ, സൂപ്പർ പാട്ടായിരുന്നു. അടുത്ത നമുക്കൊരു കഥ കേട്ടാലോ? കഥ കേൾക്കാൻ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമാണോ? യെസ്. അപ്പൊ നമുക്ക് മനോഹരമായ ഒരു കഥ കേൾക്കാം. കഥയുമായിട്ട് വരുന്നു ജോസ്ലിൻ ജോൺസ്. വെൽക്കം. Hello, my dear children. Today, I, Jocelyn Johnson, is here to excite you by saying a short story based on the quality of helping. So, shall I start my story? Yes. Once upon a time, there was a boy named Shankar. Shankar belonged to a poor family. Once, when he was crossing the forest, carrying some woods in his hands, he saw a poor man sitting there who was very hungry. Shankar wanted to help that old man, but he could not because he did not have the food of his own. Then he continued going on his way. On his way, he saw a deer who was very thirsty. Shankar really wanted to help the deer too, but he could not help because he did not have the water of his own. So he continued going forward. Going forward, he saw a man who wanted some woods to build his camp. Then Shankar asked the man, "What is the problem?" He answered, "I wanted some woods to build my camp." Shankar happily gave some woods from his hands. The man happily received it and returned some food and water to Shankar. Shankar was really happy. He happily returned to the old man and gave the food to him and also some water to the deer. They all were happy. Shankar returned home very happy. Once, when Shankar was climbing the hill, he fell down from the high range. No one was there to help the little Shankar. Shankar was suffering from bad pains. He had got bones on his hands and even legs, but he was helpless. Then there, the old man whom Shankar had helped that day passed by. He saw Shankar was suffering from bad condition, and that is the reason he helped Shankar by pulling him from the hill. And when the deer saw the condition of Shankar, deer brought some herbs from the forest and helped Shankar. After 2 or 3 days, the bones of Shankar got healed. They all were happy. They 3 of them recognized that they were able to help each other. So, my dear children, what is today's moral? Today's moral of the story is, if you help each other, then others will also help you at the time of your need. Thank you and God bless you. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? അതെ, കൂട്ടുകാർക്കെല്ലാം കഥ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കൊരു വാക്യം പഠിച്ചാലോ? അതിനായി വരുന്നു നേതൻ ഫ്രം കുവൈറ്റ്. വെൽക്കം നേതൻ. Hi, I'm Nathan, and today I'm going to recite to you a beautiful psalm
that declares the mercies of God. Psalm 103, a psalm of David. Bless the Lord, O my soul, and all that is within me, bless his holy name. Bless the Lord, O my soul, and forget not all his benefits, who forgives all your iniquities, who heals all your diseases, who redeems your life from destruction, who crowns you with loving kindness and tender mercies, who satisfies your mouth with good things, so that your youth is renewed like the eagles. The Lord executes righteousness and justice to all who are oppressed. He made known his ways to Moses, his acts to the children of Israel. The Lord is merciful and gracious, slow to anger and abounding in mercy. He will not always strive with us, nor will he keep his anger forever. He has not dealt with us according to our sins, nor punished us according to our iniquities. For as the heavens are high above the earth, and so great is his mercy towards those who fear him. As far as the east is from the west, so far as he removed our transgressions from us. As a father pities his children, the Lord pities those who fear him. For he knows our frame. He remembers that we are dust. As for man, his days are like grass. As the flower of the field, so he flourishes. The wind passes over it, and it is gone, and its place remembers it no more. But the mercy of the Lord is from everlasting to everlasting on those who fear him, and his righteousness to his children's children, to such as keep his covenant, and to those who remember his commandments to do them. The Lord has established his throne in heaven, and his kingdom rules over all. Bless the Lord, you his angels, who excel in strength and do his word, heeding the voice of his word. Bless the Lord, all you his hosts, who you ministers of his, who do his pleasure. Bless the Lord, all his works in all traces of his dominion. Bless the Lord, O my soul. താങ്ക് യു നേതൻ, സൂപ്പർ വാക്യമായിരുന്നു. അശർ, നീ ഒരു പാട്ട് പാടാവോ? വേണ്ട, നമ്മുടെ കൂട്ടുകാർ പാട്ടുമായി വരുന്നുണ്ട്. കുഞ്ഞി താരങ്ങളിൽ മനോഹരമായ പാട്ടുമായി വരുന്നു ഏബൽ, ആരോൺ ആൻഡ് എമി. വെൽക്കം. പൈതങ്ങളിലേശു എത്ര നല്ലവൻ, അവനുടെ സ്നേഹം ചൊല്ലിടാവതോ. പൈതങ്ങളിലേശു എത്ര നല്ലവൻ, അവനുടെ സ്നേഹം ചൊല്ലിടാവതോ. ഓ യേശു നല്ലവൻ, യേശു നല്ലവൻ എന്നാർത്തു ഘോഷിക്കാം. ഓ യേശു നല്ലവൻ, യേശു നല്ലവൻ എന്നാർത്തു ഘോഷിക്കാം. പൈതങ്ങളെ എന്നാരികിൽ വിടുവിൻ എന്നു ചൊല്ലിട്ടവനെ മാറോടടച്ചു. പൈതങ്ങളെ എന്നാരികിൽ വിടുവിൻ എന്നു ചൊല്ലിട്ടവനെ മാറോടടച്ചു. ഓ യേശു നല്ലവൻ, യേശു നല്ലവൻ എന്നാർത്തു ഘോഷിക്കാം. ഓ യേശു നല്ലവൻ, യേശു നല്ലവൻ എന്നാർത്തു ഘോഷിക്കാം. 116 സങ്കീർത്തനം. യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എന്നിലേക്ക് ചായഞ്ഞുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും വിളിച്ചപേക്ഷിക്കും. മരണ പാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദന എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമെന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ള നമ്മുടെ ദൈവം കരുണയുള്ളതെന്ന്
അല്പബുദ്ധികളെ പാലിക്കുന്ന ഞാൻ എളിമപ്പെട്ടു. അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എൻ്റെ കണ്ണിനെ കടന്നതിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കുന്നു. ഞാൻ ജീവനുള്ള ഒരു ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ബോഷ്ക്ക് പറഞ്ഞെന്ന് എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങളും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമാണ്. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണിക കഴിക്കും. തൻ്റെ ഭക്തന്മാരുടെ ഭരണം യഹോവയ്ക്ക് വിലതേറിയതാന്നു. യഹോവയെ ഞാൻ നിന്റെ ദാസനാന്നു. എൻ്റെ ദാസനും എൻ്റെ ദാസിയുടെ മകൻ തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അയച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിലെ പ്രാകാരങ്ങളും യെരൂശലേമിന്റെ നടുവിലും യഹോവയ്ക്ക് ഞാൻ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണിക കഴിക്കും. യഹോവയെ സ്തുതിക്കുവിൻ. Praise the Lord. Psalms 91 verses 1 to 16. Whoever dwells in the shelter of the Most High will rest in the shadow of the Almighty. I'll say of the Lord, He is my refuge and my fortress. Surely He will help you from the fowler's snare and the deadly pestilence. He will cover you with His feathers, and under His wings you will find refuge. You will not fear the terror of night, nor the arrows that flies by day, nor the pestilence that stalks in darkness, nor the plague that destroys midday. ഇനി നമുക്കൊരു ക്രാഫ്റ്റ് പഠിച്ചാലോ? അപ്പോൾ ക്രാഫ്റ്റുമായി വരുന്നു ബിൽഹ ചേച്ചിയും ബ്യൂള ചേച്ചിയും. ഹായ് കൂട്ടുകാരെ, നമ്മളിന്നൊരു മനോഹരമായ പൂച്ചക്കുട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൂച്ചക്കുട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കതിന് ഒരു റെക്ടാങ്കിൾ ഷേപ്പ് പേപ്പർ വേണം. അത് ഒരു A4 പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. ഒരു 4 സെൻറ്റിമീറ്റർ വീതി 30 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൂച്ചക്കുട്ടിയുടെ തലയ്ക്ക് വേണ്ടി ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാലിന് ചെറിയൊരു 10 സെൻറ്റിമീറ്റർ 10x1 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ചെറിയൊരു പേപ്പർ. പിന്നെ നമ്മൾ കണ്ണ് വരച്ച് വെച്ചിട്ടുണ്ട്. ചെവിക്കുള്ള പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഈ പേപ്പർ എടുത്തിട്ട് ഇത് 3ആക്കി ഇങ്ങനെ മടക്കുക. കണ്ടല്ലോ, ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു പേപ്പറിൽ പശ തേച്ച് കൊടുക്കണം. പശ തേച്ചിട്ട് നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ഇതെടുത്ത് ഇങ്ങനെ ഇവിടെ ഒട്ടിച്ച് കൊടുക്കണം. ഇത് പൂച്ചക്കുട്ടിയുടെ ദേഹമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ വാല് ഒട്ടിച്ച് കൊടുക്കണം. വാല് ചെയ്യുന്നത് ആദ്യം പശ തേച്ചിട്ട് പുറകിലായിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. വാലിന് ചുരുണ്ടിരിക്കണ്ടേ, ജസ്റ്റ് നമ്മൾ സ്കെയിലോ അല്ലെങ്കിൽ കത്രിക എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടിച്ച് കൊടുക്കുക. അപ്പോൾ വാലിരിക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് തല എങ്ങനെ ചെയ്യുന്നു നോക്കാം. നമ്മൾ ഈ കട്ട് ചെയ്ത പേപ്പറിൽ നമ്മൾ കണ്ണ് ഒട്ടിച്ച് കൊടുക്കുന്നു. ചെവിക്ക് വേണ്ടി നമ്മൾ ഈ വലിയ പീസിനകത്ത് നിൽക്കത്തക്ക രീതിയിൽ ഒരു ചെറിയ പീസോടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നു. ഇനി ചെവി നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 4 സെൻറ്റിമീറ്റർ നീളമുള്ളത്. അത് നമ്മൾ നേരെ ഇങ്ങനെ ഒരു 3ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇതിൽ പശ നമ്മൾ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുത്തിട്ട് ഈ മടക്കിയ ഒരു പീസിൽ കൂടെ നമ്മൾ പശ തേച്ചിട്ട് തല നമ്മളിവിടെ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഈ പൂച്ചക്കുട്ടിയുടെ വാ വരച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടി റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ തലയൊക്കെ ആട്ടി കളിക്കുന്ന വാഴയ്ക്ക് ആട്ടുന്ന പൂച്ചക്കുട്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ചെയ്ത് അയച്ചു തരണം. ഇനി നമ്മളെ കാണാൻ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. കൂട്ടുകാരെ, ആരാന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മുടെ പപ്പറ്റ് ഷോയുമായി വരുന്നു ബ്ലസ് ആംഗിൾ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ കുട്ടീസ് വേൾഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ റൂമുകൾ, പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഹച്ചൻ മോനുമാണ്. ഒരു ഹായ് പറയടാ.
ഓടി അടങ്ങിയിരിക്കുക, അവൻ അടങ്ങിയിരിക്കുക, അവൻ വിശർത്ത് കുളിച്ചൊക്കെ ഇരിക്കുക. മോനെ നീ അവിടെ ഓടിയിട്ട് വരുവാട്ടോടാ. ഓ അപ്പോൾ കണ്ടോ കുട്ടീസ് വേൾഡ് കടൽ അവൻ ഓടിപ്പടച്ച് വന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടീസ് വേൾഡിൽ നമ്മുടെ പപ്പച്ച റൂമളെ അപ്പോൾ ഞങ്ങളൊരു കഥ പറയാൻ പോവാം, ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കറിയാം. എന്നാ നീ പറ. എനിക്കറിയാമോ? എനിക്കറിയില്ല. എന്നാ സാറ് പറ. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞേ. അപ്പോൾ ഞാൻ പറയാൻ പോകണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ എഴുതിയൊരു കഥയാണ്, വളരെ രസകരമായ ഒരു കഥയാണ്. എനിക്കറിയാം. എന്നാ പറ. അറിയിരിക്കണം. അപ്പോൾ ഈ കഥയെന്ന് പറയുന്നത്, ഈ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ 2-3 കൂട്ടുകാർ വീട്ടിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കാപ്പി കൊടുത്തു. നീ ഒന്ന് അടങ്ങിയിരി, ഞാൻ പറയാം. അപ്പോൾ കാപ്പിയൊക്കെ കൊടുത്തു. എന്നിട്ട് അവർ വീട്ടുമുറ്റത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരാളുടെ കയ്യിൽ ഭയങ്കര വില കൂടിയ വാച്ച് കണ്ടു. ആ വാച്ച് വളരെ മനോഹരമായൊരു വാച്ചായിരുന്നു. അതിന് ഭയങ്കര വിലയായിരുന്നു. അത് ഹർഷ, ആ വില കൂടിയ വാച്ചിന് എത്ര രൂപ വില വരും? 7 ലക്ഷം രൂപയുടെ വാച്ചൊക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല, ഉണ്ടായിരിക്കുമായിരിക്കും അല്ലേ. ശരി. അപ്പോൾ ഒരു കൂട്ടുകാരുടെ കയ്യിൽ വില കൂടിയ ഭയങ്കര വാച്ചാണ്. അപ്പോൾ ഈ വാച്ച് അദ്ദേഹം കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ കൂട്ടുകാരൻ ചോദിച്ചു, ആ വാച്ചിൽ ഇപ്പം എത്ര സമയമായി? സമയം ഉച്ചയ്ക്ക് 2:30. ഞാൻ കഥ പറയാം. സമയം ഉച്ചയ്ക്ക് 2:30. വേണ്ട, ഇല്ല 2:30 വേണ്ട, 4:30 അല്ലേ? 4:30 പോലെയാടാ. 4:30 ആയിട്ട് ഇരിക്കുക. അപ്പോൾ കറക്റ്റ് 4:30 ആയപ്പോൾ ഇവർ വർത്തമാനം പറഞ്ഞിടയ്ക്ക് അപ്പോൾ വില കൂടിയ വാച്ചിൽ എത്ര സമയമായി കൂട്ടുകാർ പറഞ്ഞേ? എത്ര പറ അച്ഛാ, പറയടാ. എന്നാ പറ. അത് തന്നെ, ശരി. അപ്പോൾ 4:30 ആയിരിക്കുകയാണ്. അപ്പം നോക്കിയപ്പോൾ അടുത്ത ആളുടെ വാച്ചിലേക്ക് നോക്കി. അദ്ദേഹം അത് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച വാച്ചാണ്. വില കൂടിയ വാച്ചല്ലേ, എന്നാലും അത്യാവശ്യം നല്ല വിലയുള്ള വാച്ചാണ്. അതേതായിരിക്കും? ഇന്ത്യൻ കമ്പനിയുടെ വാച്ച്. പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള വാച്ചൊക്കെ ഏതൊക്കെ കമ്പനിയുടെയാണ്? ഒന്ന് നോക്കി. നിങ്ങളുടെ കയ്യിൽ വാച്ച് ഉണ്ടെങ്കിൽ ആ വാച്ചിലെ കമ്പനി ഏതാണെന്ന് നോക്കാം. ഹർഷ, നിന്റെ കയ്യിൽ വാച്ചുണ്ടോ? ഏത് കമ്പനിയാണ് അത്? പോളോ. ഓക്കെ, പോളോയുടെ വാച്ചൊക്കെ ആയിട്ട് ഹർഷ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ശരി. അപ്പോൾ പോളോയുടെ വാച്ചൊക്കെ കിട്ടുക ഇന്ത്യൻ കമ്പനിയൊക്കെ ഉള്ള വേറെ ഒരു വാച്ചൊക്കെയാണ്. അപ്പം ഇത് കൂട്ടുകാരൻ ചോദിച്ചു, ആ വാച്ചിലെ സമയം എത്രയാണ്? അതും കറക്റ്റ് 4:30 ആണല്ലേ. ശരി. അപ്പോൾ അത് 4:30 ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആളുടെ കയ്യിലെ വാച്ച് നോക്കി. വലിയ പത്തായ പോലെ വലിയ വലിപ്പമുള്ള ഒരു വാച്ച്. ആ വാച്ചിലെ സമയം എത്രയായി കാണും? അപ്പോൾ എത്രയായി കാണും? 2:30. 4:30 അല്ല, 4:30 ആ വാച്ചിലെ സമയം. ഇപ്പോൾ എല്ലാ വാച്ചിലെ സമയവും കൃത്യമായിട്ട് എത്രയാണ്? 4:30 എന്ന് പറഞ്ഞാൽ എല്ലാ വാച്ചിലും ഒരേ സമയം തന്നെയാണ്. വെളിയിൽ നിന്ന് കൊണ്ടുവന്ന വാച്ചാണെങ്കിലും നാട്ടിലെ വാച്ചാണെങ്കിലും വില കൂടിയതാണെങ്കിലും വില കുറഞ്ഞതാണെങ്കിലും വലിപ്പം കൂടിയതാണെങ്കിലും വലിപ്പം കുറഞ്ഞതാണെങ്കിലും എല്ലാ വാച്ചും ഒരേ സമയമാണ് കാണിക്കുന്നത്. ശരിയല്ലേ? അപ്പം നമ്മുടെ കയ്യിലെ വാച്ചൊക്കെ നോക്കി. ചില വാച്ച് സമയം തെറ്റിച്ച് കാണിക്കുന്നെങ്കിൽ അന്നേരം വിചാരിക്കണം വാച്ച് തെറ്റായ വാച്ചായിരിക്കും അല്ലേ. അപ്പോൾ അതിന് ബാറ്ററി ഒക്കെ ഇടണം, എന്നാലും ശരിയാവത്തുള്ളൂ അല്ലേ. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും സമയം എന്താണ്? ഒരുപോലെയാണ്. സമയം കൃത്യമാണ്. എല്ലാവർക്കും അവരവരുടെ ജീവിതവും ഒരുപോലെയാണ്. പക്ഷെ അത് നന്നായി പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇല്ല റൂമോളെ? നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിന്റെ സമയം കറക്റ്റ്. അവൻ്റെ സമയം കറക്റ്റാണ്. നിങ്ങളുടെ വീട്ടിലെ സമയം നോക്കിക്കേ, കൃത്യം. കുട്ടീസ് വേൾഡിലെ ഒരേ സമയത്ത് തന്നെയാണല്ലേ. ശരി, നമുക്ക് കുട്ടീസ് വേൾഡ് കാണാം. നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. സങ്കീർത്തനം കാണാതെ പഠിച്ച ഒരു കൊച്ചു മിടിക്കാൻ നമുക്ക് പരിചയപ്പെട്ടാലോ? ഹിയർ കംസ് അനന്യ പ്രദീപ്. വെൽക്കം അനന്യ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതിയോട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരണം. അടുത്ത ആഴ്ച നിങ്ങൾ മറക്കാതെ കുട്ടീസ് വേൾഡ് കാണണം. നമ്മൾ വീണ്ടും കാണുന്നവരെയും ബൈ ബൈ.